അനുഗ്രഹമില്ലാത്ത ഒരു സെന്റ് ഭൂമി പോലും നമ്മുടെ കയ്യിൽ ഉണ്ടാകരുത്. കാരണം ഭാവിയിൽ അതിനെയോർത്ത് നമുക്ക് വിലപിക്കേണ്ടി വരും. അബ്രഹാം പറഞ്ഞു, ഇഷ്ടമുള്ളത് എടുത്തോ. സൂത്രക്കാരനായ ലോത്ത് നോക്കിയപ്പോൾ അതെ ആ സമതല പ്രദേശം എടുത്തു നോക്കിയാൽ നല്ല വെള്ളമൊക്കെ ഉണ്ട്, വളക്കൂറുള്ള മണ്ണാണ്, അവിടുത്തെ ആടുമാടുകൾ കന്നുകാലികൾ എല്ലാം കൊള്ളാം. അതുകൊണ്ട് എളിമയോടെ ലോത്ത് പറഞ്ഞു, അബ്രാഹമേ എനിക്കിതൊക്കെ മതി. അബ്രാഹത്തിന് കിട്ടിയത് കല്ലും മുള്ളും നിറഞ്ഞ ഫലഭൂഷ്ടമല്ലാത്ത സ്ഥലം. ദൈവം പറഞ്ഞു അബ്രാഹത്തോട്, നീ എഴുന്നേറ്റ് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും നടക്ക്. അതെല്ലാം അവന് കൊടുത്തു. പിന്നെ ചരിത്രം കാണുന്നത് എന്തെന്നില്ലാത്ത വലിയ അനുഗ്രഹത്തിന്റെ കലവറ തന്നെ ദൈവം അബ്രാഹത്തിന് ഒരുക്കി കൊടുത്തു. അനുഗ്രഹമില്ലാത്ത ഒരു സെന്റ് പോലും അപ്പനെയും അമ്മയും പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും കൂടെപ്പിറപ്പിനെ ചതിച്ചും വഞ്ചിച്ചും മേടിച്ചേക്കരുത്. അയൽപക്കക്കാരുടെ അതിരുമാന്തിയും ബിസിനസ്സിലെ പാർട്ട്ണറായിട്ടുള്ള ആളെ ചതിച്ചും പറ്റിച്ചും തട്ടിച്ചും മേടിച്ചേക്കരുത്. കാരണം അതിനെ ഓർത്തൊരു ആയുസ് മുഴുവൻ വിലപിച്ചാൽ ചിലപ്പോൾ തീർന്നെന്ന് വരില്ല. തന്റെ സുഹൃത്തിനെ ഒറ്റിക്കൊടുക്കുന്നവൻ എന്നാണ് യൂദാസ് എന്ന വാക്കിന്റെ അർത്ഥം. ഗ്രീക്ക് ഡിക്ഷണറിയിൽ വാഴ്ത്തപ്പെട്ടവൻ എന്ന അർത്ഥം പേര് യൂദാസ്. വാഴ്ത്തപ്പെട്ടവനിൽ നിന്ന് സുഹൃത്തിനെ ഒറ്റിക്കൊടുക്കുന്നവനിലേക്ക് പേരൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി അവൻ കൊടുത്ത പൈസയാ 30 വെള്ളിക്കാശ്. ഇന്നിങ്ങനെ വാഴ്ത്തപ്പെട്ട ആങ്ങളെയും പെങ്ങളും, വാഴ്ത്തപ്പെട്ട ചേട്ടനും അനിയനും, വാഴ്ത്തപ്പെട്ട ചേട്ടത്തിയും അനിയത്തിയും, വാഴ്ത്തപ്പെട്ട ഭാര്യയും ഭർത്താവും, വാഴ്ത്തപ്പെട്ട മാതാപിതാക്കളും മക്കളും പണത്തിന്റെ പേരില്, ജോലിയുടെ പേരില്, അധികാരത്തിന്റെ പേരില്, ആരോഗ്യത്തിന്റെ പേരില് വാഴ്ത്തപ്പെട്ടവരിൽ നിന്ന് ഒറ്റിക്കൊടുക്കുന്ന അവസ്ഥയിലേക്ക് പ്രീണിപ്പിച്ചും നിർബന്ധിച്ചും ഭയപ്പെടുത്തിയും അവകാശം സ്വന്തമാക്കുന്നതെല്ലാം ഉറപ്പിച്ചോട്ടോ. വാഴ്ത്തപ്പെട്ട അവസ്ഥയിൽ നിന്ന് വൺ ഹൂ ബിട്രേസ് ഹിസ് ഫ്രണ്ട് എന്നല്ല ഹിസ് ബ്രദർ ഓർ സിസ്റ്റർ, സഹോദരങ്ങളെ ഒറ്റിക്കൊടുക്കുന്ന അവസ്ഥയിലേക്ക്